ഞങ്ങളെ പിന്നോക്കം കുട്ടികൾ വീട്ടിലേക്ക് പോകണം. നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഇനി നാളെ മുതൽ ഇതിലൊരു തീരുമാനം ആയില്ല എങ്കിൽ ഞങ്ങൾ രാപ്പകൽ നിരാഹാര സമരത്തിലേക്ക് തന്നെ പോവുകയാണ്. ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയിരുത്തും. ഞങ്ങളെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകേണ്ട കാര്യമില്ല, വിദ്യാലയത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. മുൻകാലത്ത് അയ്യങ്കാളിയൊക്കെ സമരം നടത്തി നമ്മളെ പഞ്ചമിയെ സ്കൂളിൽ എത്തിച്ചതുപോലെ ഇനി പഞ്ചമികളെല്ലാം കൂടെ പൊതുനിരത്തിലേക്ക് ഇറങ്ങട്ടെ. ഞങ്ങൾക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാതെയുള്ള ചെരുപ്പും യൂണിഫോമും കൊടയും അതും ഇതും ഒക്കെ കുട്ടികൾക്ക് ഓരോ മെറ്റീരിയൽ വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്ക് പ്രാപ്തരല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ സ്കൂളിൽ പോകും? എല്ലാ സമയത്തിന് കിട്ടണം. ഇപ്പൊ കൊടുക്കുമായിരിക്കും, നമ്മൾ എന്തോ ആവട്ടെ, നമ്മുടെ സർക്കാർ കൊടുക്കും. അതിനൊരു സമയ ബന്ധിതമില്ല. ഓരോന്നിനും ഓരോ സമയം. നമ്മുടെ കുട്ടികൾ ഇപ്പൊ സ്കൂള് തുറന്ന പാടെ പണ്ടത്തെ പോലത്തെ മുണ്ടു കൊടുത്ത് ഒരു തോർത്തും മറച്ച് പോകാൻ പറ്റുമോ? മറ്റു കുട്ടികളെ പോലെ തന്നെ അവരെന്ത് പഴച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം മുതൽ നമ്മുടെ കുട്ടികൾ ഇപ്പോഴും വീട്ടിൽ തന്നെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കണക്കുകൾ ചിലപ്പോൾ സൈറ്റിൽ എത്തിയേക്കാം. ഇപ്പൊ 6ാം പ്രവൃത്തി ദിവസമാണ് തിങ്കളാഴ്ച വരുന്നത്. കണക്കുകൾ ചിലപ്പോൾ സൈറ്റിൽ എത്തിയേക്കാം. പക്ഷെ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോഴും വീടുകളിലാണ്. നമ്മുടെ കുട്ടികൾ വീടുകളിലല്ല. ഇനി അടുത്ത ദിവസം ഈ നിരാഹാര പന്തലിലുണ്ടാവും. അതിനെതിരെ ആര് പ്രതിഷേധിച്ചാലും ഞങ്ങൾ അതിന് ഏറ്റവും മരണം വരെ ഞങ്ങൾ പിന്നോട്ട് പോവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഈ നിയമനം നടത്തട്ടെ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ വർഷവും നമുക്ക് അധ്യയന വർഷം തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ മുന്നോടിയായി ഒരു ഓർഡർ ഇറങ്ങുമായിരുന്നു. അതായത് മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡർ ഇറങ്ങും. ഇന്നെന്ന കാര്യങ്ങൾ വിദ്യാലയത്തിൽ ചെയ്യണം. അതിന്റെ ഒരു സബ് പോയിന്റുമായിട്ട് ഇറങ്ങുമായിരുന്നു. ഗോത്രബന്ധു അധ്യാപകരും ജൂൺ 1-ാം തീയതി തന്നെ വിദ്യാലയത്തിലെത്തി വേണ്ട നടപടികൾ ചെയ്യണം എന്നുള്ളത്. ആ ഒരു സബ് പോയിന്റിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ജൂൺ 1 വിദ്യാലയത്തിൽ കയറിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ വർഷം അങ്ങനെ ഒരു ഓർഡർ അല്ല ഇറങ്ങിയിരിക്കുന്നത്. വന്നിരിക്കുന്നത് നിലവിലുള്ള നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഇനി ഒരു ഉത്തരവുണ്ടാവുന്നത് വരെ തുടരേണ്ടതില്ലാന്ന് ഞങ്ങളെ വിദ്യാലയത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഹെഡ് ഉദ്യോഗസ്ഥർക്ക്, നമ്മളെ ഹെഡ് മാസ്റ്റർക്ക് അവർക്ക് ഒന്നുമില്ല. അവര് നിസ്സഹായരാണ്. അവർക്ക് ഞങ്ങളെ വേണം. പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം പിന്നോക്കം നിൽക്കുകയാണ്.